ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന ചാപ്റ്ററിൽ വരുന്ന ബാക്കിയുള്ള ആക്ടിവിറ്റീസാണ്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് us write activity 1. And yet my heart I could ask I did it. The boy said as he went back to the field. I thought of her all the time I worked. എന്താണ് ഈ പാഠത്തിൽ വന്നിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവന് അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് അവൻ്റെ ഹൃദയം ഒത്തിരി വേദനിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ. മെനി തോട്ട്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് ത്രൂ ഹിസ് മൈൻഡ് വൈൽ പെയിൻറ്റിങ് ദ പിക്ചർ. ആ പിക്ചർ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സിലൂടെ ഒത്തിരി ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. വാട്ട് വുഡ് ദോസ് തോട്ട്സ് ബി? അറ്റംപ്റ്റ് എ ഡയറി എൻട്രി ബേസ്ഡ് ഓൺ ദ ബോയ്സ് തോട്ട്. ബോയ് എന്തെല്ലാമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ആ തോട്ട്സ്, ബോയ് ചിന്തിച്ച കാര്യങ്ങൾ നമ്മൾ ഡയറി ആക്കിയിട്ട് എഴുതണം. ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് ഡേറ്റ്, ഡേ അത് എഴുതണം. എന്നിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ആൻഡ് അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഇന്നെന്ന് എഴുതണം. എന്നിട്ടോ ഇഫ് ഷീ വാസ് ദർ വിത്ത് മീ ഷീ വുഡ് ബി വെരി ഹാപ്പി. അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒത്തിരി ഹാപ്പി ആയിരുന്നേനെന്ന് പറയണം. ഇറ്റ് വാസ് ഹെർ ഗ്രേറ്റ് ഡിസയർ ദാറ്റ് ഐ ഫുൾഫിൽഡ് ടുഡേ. മൈ തോട്ട്സ് എബൌട്ട് ഹെർ ലേഡ് മീ ആൻഡ് എൻകറേജ്ഡ് മീ ടു കംപ്ലീറ്റ് ദിസ് പിക്ചർ. അവളുടെ ഒരു വലിയൊരാഗ്രഹമാണ് ഞാനിന്ന് സാധിച്ചത് അല്ലേ. അത് സാധിക്കാനുള്ള കാരണം എന്താണ്? അവൾ എനിക്ക് തന്നിട്ടുള്ള ഓർമ്മകളും അതുപോലെ അവൾ നൽകിയിട്ടുള്ള എൻകറേജ്മെൻറ്റ്, പ്രചോദനവുമാണ് അല്ലേ. ഇൻഫാക്ട് ഷീ ഗാവ് മീ ദ സ്ട്രെങ്ത് ടു കംപ്ലീറ്റ് അവർ ഡ്രീം വർക്ക്. ആ ഡ്രീം വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് എനിക്ക് തന്നത് അവളാണ് അല്ലേ. ഇറ്റ് വാസ് വെരി ഹാപ്പി ടു സീ ദ ഹാപ്പിനെസ് ഇൻ ദ ഫേസസ് ഓഫ് ദ വ്യൂവേഴ്സ്. ആ വ്യൂവേഴ്സിൻ്റെ ഹാപ്പിനെസ് അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. Their appreciation made me proud and I am dedicating all the happiness and love for my dear and dearest sister. അവർ നൽകിയ അപ്രീസിയേഷൻ, അഭിനന്ദനങ്ങൾ എന്നെ അഭിമാനമുള്ളവനാക്കി. അതെല്ലാം ഞാൻ ഈ സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട്, ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ദ ബോയ് ഫൈനലി കെയിം അപ്പ് വിത്ത് എ വണ്ടർഫുൾ പെയിൻറ്റിങ് അപ്രീസിയേറ്റഡ് ബൈ എവറി വൺ. എല്ലാവരും അപ്രീസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ പെയിൻറ്റിങ്ങുമായിട്ട് ബോയ് വന്നു അല്ലേ. ഹിസ് ലിറ്റിൽ സിസ്റ്റേഴ്സ് വേർഡ്സ് വർ ദ റിയൽ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഹിസ് അച്ചീവ്മെൻറ്റ്. അവൻ്റെ ആ നേട്ടത്തിന് പുറകിലുള്ള ഇൻസ്പിറേഷൻ, പ്രചോദനം എന്ന് പറയുന്നത് ആരാ? അവൻ്റെ ആ ലിറ്റിൽ സിസ്റ്ററുടെ വാക്കുകളായിരുന്നു അല്ലേ. ഹാവിങ് ഹിയർഡ് ഓഫ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദി ബോയ്. ആ ബോയുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കാം. യു ഹാവ് ഡിസൈഡഡ് ടു സെൻഡ് എ ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ടു ഹിം. റൈറ്റ് ദ ലെറ്റർ. നിങ്ങൾ അവന് വേണ്ടിയിട്ട് ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ അവനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു കത്ത് നിങ്ങൾ എഴുതാണ്. ഓക്കെ, എങ്ങനെ എഴുതാം? ആദ്യം പ്ലേസ്, ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് അവൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിയർ അരുൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ നന്നായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഐ ആം എക്സ്ട്രീംലി ഹാപ്പി ടു ഹിയർ എബൌട്ട് യുവർ അച്ചീവ്മെൻറ്റ്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ് നിൻ്റെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞതിൽ ഒത്തിരി ഹാപ്പിയാണ് അല്ലേ. ഇറ്റ് വാസ് മൈ വിഷ് ടു ദാറ്റ് യുവർ ഡ്രീം വർക്ക് ഷുഡ് ബി ഫിനിഷ്ഡ് വെൽ. എൻ്റെ ഒരാഗ്രഹമായിരുന്നു അല്ലേ നിൻ്റെ ആ ഡ്രീം വർക്ക് നന്നായി ചെയ്യാൻ കഴിയണമെന്നുള്ളത് അല്ലേ, നന്നായി ഫിനിഷ് ചെയ്യാൻ കഴിയണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ലെറ്റർ എഴുതിയിട്ടുള്ളത്. യുവർ സിസ്റ്റർ വുഡ് ബി ഹാപ്പി ടു സീ യുവർ പെയിൻറ്റിങ് ഫ്രം ദ ഹെവൻ. നിൻ്റെ സിസ്റ്റർ സ്വർഗത്തിലിരുന്ന് ഈ പെയിൻറ്റിങ് കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് ഹെർ ഇൻസ്പിറേഷൻ ദാറ്റ് ലേഡ് യു ടു കംപ്ലീറ്റ് യുവർ മാസ്റ്റർ പീസ്. നിൻ്റെ അനിയത്തിയാണ് നിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. നൗ ദ ഹോൾ വേൾഡ് അപ്രീസിയേറ്റഡ് യു ആൻഡ് യുവർ വർക്ക്. ഇപ്പോൾ ഈ ലോകം തന്നെ നിൻ്റെ ഈ വർക്കിനെയും അഭിനന്ദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റിയലി എ ബ്ലെസ്സിങ്. ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ്. ഗോ എഹെഡ് ഡിയർ. ഇനിയും ഒത്തിരി മുന്നോട്ട് പോകണം. യുവർ സിസ്റ്റർ വിൽ ബി ദ ആസ് ആൻ ഇൻസ്പിറേഷൻ ഫോർ യുവർ.
എന്താണ് നിൻ്റെ സിസ്റ്റർ എപ്പോഴും നിനക്കൊരു ഇൻസ്പിറേഷനായിട്ട് കൂടെ തന്നെ ഉണ്ടാകും. മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനി എന്ത് എഴുതണം? വിത്ത് ലവ് എന്താണ് നെയിം, എന്താണെന്ന് വെച്ചാൽ നെയിം എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. സ്റ്റഡി ദ വേർഡ് വെബ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള വേർഡ് വെബ് വായിക്കുക. എന്നിട്ടോ ദ വെബ് ഷോസ് സം ക്ലൂസ് റിലേറ്റഡ് ടു ദ ബോയ് ആൻഡ് ഹിസ് ക്യാരക്ടർ. ആ വെബിൽ തന്നിട്ടുള്ളത് എന്താണ്? ആ ബോയും ബോയുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒത്തിരി ക്ലൂസ് ആണ് തന്നിട്ടുള്ളത്. നോ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ് യൂസിങ് ദ എക്സ്പ്രഷൻ ഇൻ ദ വേർഡ് വെബ്. ഈ വേർഡ് വെബിൽ തന്നിട്ടുള്ള എക്സ്പ്രഷൻസ്, ഈ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ബോയിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ദ ബോയ് സ്ട്രോങ് ഫീലിങ്സ് അബൌട്ട് ഹിസ് സിസ്റ്റർ. സിസ്റ്ററെ കുറിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള ആളാണ് അല്ലേ. ലേറ്റർ ബിക്കം എ കോൺഫിഡൻറ്റ് ആർട്ടിസ്റ്റ്. പിന്നീട് എന്താണ്? ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി മാറി. എൻകറേജ്മെൻറ്റ് ഫ്രം ഹിസ് സിസ്റ്റർ. സിസ്റ്ററുടെ അടുത്ത് നിന്ന് ഒത്തിരി എൻകറേജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഗോഡ് സ്ട്രേഞ്ച് പവർ ലഭിച്ചു അല്ലേ. ഓഡിയൻസ് പ്രൈസഡ് ഹിസ് പിക്ചർ. ഓഡിയൻസ് അവൻ്റെ പിക്ചറിനെ അഭിനന്ദിച്ചു. നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ദ ബിഗിനിങ്. ആദ്യത്തിൽ തീരെ കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ. സീംസ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഹിസ് ഡെഡ് സിസ്റ്റർ. അവൻ്റെ മരിച്ച സിസ്റ്ററുടെ വോയിസ് കേട്ട പോലെ തോന്നിയില്ലേ. ലവ്സ് ഹിസ് സിസ്റ്റർ വെരി മച്ച്. അവൻ്റെ സിസ്റ്ററിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുന്നത്. എങ്ങനെ എഴുതാം? ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദി ഹിൽസ് ഹാഡ് എ ടാലൻറ്റ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ഹി ലവ്ഡ് ഹിസ് സിസ്റ്റർ വെരി മച്ച്. ഹി ഓൾവേസ് ഗോട്ട് എൻകറേജ്മെൻറ്റ് ഫ്രം ഹിസ് സിസ്റ്റർ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹിസ് സിസ്റ്റർ ഡെഡ്. ദാറ്റ് വാസ് എ റിയൽ ഷോക്ക് ഫോർ ഹിം. എന്താണ്? ഈ ലൈറ്റ് ഓൺ ദി ഹിൽസ് എന്ന ഈ സ്റ്റോറിയിൽ വരുന്ന ആ ബോയ് എന്താണ്? ഒത്തിരി ടാലൻ്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് അല്ലേ. അവൻ്റെ സിസ്റ്ററെ ഒത്തിരി ഇഷ്ടമായിരുന്നു. സിസ്റ്റർ അവനെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട്, പ്രചോദനം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്താണ്? അൺഫോർച്ചുനേറ്റ് ആയിട്ട് അവൻ്റെ സിസ്റ്റർ എന്താണ്? മരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് അവന് ഒരു വലിയ ഷോക്കായിരുന്നു അല്ലേ. ഹി വാസ് നോട്ട് ഏബിൾ ടു പെയിൻറ്റ് പിക്ചേഴ്സ് ദെയർ ആഫ്റ്റർ. അതിനുശേഷം അവന് പിക്ചേഴ്സ് വരയ്ക്കാനൊന്നും കഴിയുന്നില്ല അല്ലേ. ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഓൺ ഹിസ് പിക്ചേഴ്സ്. അവൻ്റെ പിക്ചേഴ്സിലൊന്നും അവൻ സാറ്റിസ്ഫൈഡ് അല്ല, അവന് തൃപ്തി കിട്ടുന്നില്ല വരച്ചാലൊന്നും അല്ലേ. ഹി പെയിൻറ്റഡ് മെനി പിക്ചേഴ്സ് ബിഫോർ ഹി കുഡ് ഗാദർ ദ കറേജ് ടു സീ ദ സെയിം ഫീൽഡ് ദാറ്റ് ഹി സോ വിത്ത് ഹിസ് സിസ്റ്റർ വൺസ് അഗെയിൻ. അവന് സിസ്റ്ററിൻ്റെ കൂടെ ആ ഫീൽഡിൽ നിന്നിട്ട് ഒത്തിരി പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നീട് വരയ്ക്കാനുള്ള ഒരു ധൈര്യം ഒന്നും കിട്ടാതെയായി അല്ലേ. ആഫ്റ്റർ മെനി ഇയേഴ്സ് വൺ ഡേ ഹി ഗോട്ട് എ സ്ട്രേഞ്ച് പവർ. വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ട്രേഞ്ച് പവർ ലഭിച്ചു അല്ലേ. ഹി പിക്ചർഡ് ദ ഫീൽഡ് വെൽ ആൻഡ് ദ ഓഡിയൻസ് പ്രൈസ്ഡ് ഹിസ് പിക്ചർ. അവൻ പിക്ചർ നന്നായി വരച്ചു, ഓഡിയൻസ് അവനെ നന്നായി അഭിനന്ദിച്ചു അല്ലേ. ഹി തോട്ട് ഓഫ് ഹെർ ഓൾ ദ ടൈം ഹി വർക്ക്ഡ്. അവൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് മുഴുവൻ അവന് സിസ്റ്ററെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അല്ലേ. ഇറ്റ് സീംഡ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഹിസ് ഡെഡ് സിസ്റ്റർ. ലേറ്റർ ഹി ബിക്കെയിം ആൻ ആർട്ടിസ്റ്റ്. പിന്നീട് വലിയൊരു ആർട്ടിസ്റ്റായി മാറി അല്ലേ. ഇനി നെക്സ്റ്റ് നൗ കൺസ്ട്രക്ട് എ സിമിലർ വേർഡ് വെബ് അബൌട്ട് ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി. ഇനി ഈ ബോയിൻ്റെ ഒരു വേർഡ് വെബ് കണ്ടല്ലോ അല്ലേ. അതുപോലെ ഈ ഗേളിൻ്റെ ഒരു വേർഡ് വെബ് ഇതുപോലെ തയ്യാറാക്കാനാണ്. താഴെ കൊടുത്തിട്ടുണ്ട് ദ ലിറ്റിൽ ഗേൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആ കോളത്തിലെല്ലാം അവളുടെ ക്യാരക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. ഫസ്റ്റ് എഴുതാം? ബിലീവ്ഡ് ഇൻ ഹാർഡ് വർക്ക്. നെക്സ്റ്റ് എൻകറേജ് ഹെർ ബ്രദർ. അവളുടെ ബ്രദറിന് ഒത്തിരി പ്രചോദനം നൽകിയിരുന്നു അല്ലേ. നെക്സ്റ്റ് ലവ്സ് നാച്ചർ ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി. നാച്ചറും അതിൻ്റെ ഭംഗിയും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ലവ്സ് ഹെർ ബ്രദറിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. നെക്സ്റ്റ് ലവർ ഓഫ് പിക്ചേഴ്സ്. പിക്ചേഴ്സിനെ ഒത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു. നെക്സ്റ്റ് വെരി ഹോണസ്റ്റ് ആണ്, ഗുഡ് മോട്ടിവേറ്റർ ആണ്. നെക്സ്റ്റ് റെഡി ടു ഡു എവറിത്തിങ് ഫോർ ഹെർ ബിലൗഡ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ഒരു മനസ്സുള്ള ആളായിരുന്നു. നെക്സ്റ്റ് അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ലിറ്റിൽ ഗേൾ യൂസിങ് ദ വെബ്. ഈ വെബ് യൂസ് ചെയ്തിട്ട് ആ ഗേളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ്. ഓക്കെ, എങ്ങനെ എഴുതാം? ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദി ഹിൽസ് എൻകറേജ് ഹെർ ബ്രദർ ഫോർ ഹിസ് ആർട്ടിസ്റ്റിക് ടാലൻറ്റ്. She was a real lover of nature and its beauty. She was very honest. She believed in hard work and was ready to do everything for whom she loved. She was a source of inspiration for her brother even after her death. Okay,
എന്താണ് നമ്മൾ ഈ വേർഡ് വെബിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി. ദ ബോയ് ഇൻ ദ സ്റ്റോറി സേസ് ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി. ഞാൻ അതെന്താണ് തെറ്റായിട്ടാണ് ബാഡായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എല്ലാവരെയും അൺഹാപ്പി ആക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. എവറി ഡേ വി എൻഗേജ് അവർ സെൽസ് ഇൻ മെനി ആക്ടിവിറ്റീസ്. സം ഓഫ് ദം മേക്സ് ദ പീപ്പിൾ അറൗണ്ട് അസ് ഹാപ്പി വൈൽ സം അതേഴ്സ് മേ ടേക്ക് ദം അൺഹാപ്പി. അതെ, ഒരു ദിവസം നമ്മൾ എന്താണ് ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ചില ആക്ടിവിറ്റീസ് ആളുകളെ സന്തോഷിപ്പിക്കുന്നു, ചിലത് സന്തോഷിപ്പിക്കുന്നില്ല അല്ലേ, അൺഹാപ്പി ആക്കുന്നുണ്ട് അല്ലേ. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കസ് ദ കൈൻഡ്സ് ഓഫ് തിങ്സ് യു ഹാവ് ഡൺ ദാറ്റ് മെയ്ഡ് യുവർ പാരൻസ്, ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാപ്പി ഓർ അൺഹാപ്പി. ഗ്രൂപ്പ്സായി ഇരുന്നിട്ട് എന്താണ് ഇതുപോലെ നിങ്ങൾ പാരൻസിനെയോ ഫ്രണ്ട്സിനെയോ ടീച്ചേഴ്സിനെയോ ഒക്കെ ഹാപ്പി ആക്കുന്നതോ അൺഹാപ്പി ആക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ എഴുതാനാണ്. യു മേ യൂസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. താഴെ തന്നിട്ടുള്ള പോലെയുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് എഴുതാം. എന്താണ് തന്നിട്ടുള്ളത്? മൈ പാരൻസ് were ഹാപ്പി വെൻ ഐ. ഓക്കെ, നെക്സ്റ്റ് ദേ ഗോട്ട് അനോയ്ഡ് വെൻ ഐ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, എങ്ങനെ എഴുതാം? മൈ പാരൻസ് were ഹാപ്പി, എൻ്റെ പാരൻസ് എന്താ ഒത്തിരി ഹാപ്പി ആയി. വെൻ ഐ ഗോട്ട് ഫുൾ മാർക്സ് അല്ലേ, നമുക്ക് ഫുൾ മാർക്സ് കിട്ടിയപ്പോൾ എന്താണ്, എനിക്ക് ഫുൾ മാർക്സ് കിട്ടിയപ്പോൾ എന്താണ്, പാരൻസ് ഒത്തിരി ഹാപ്പി ആയി. അങ്ങനെ എഴുതാം അല്ലേ. ഇനി ദേ ഗോട്ട് അനോയ്ഡ് വെൻ ഐ വെൻറ്റ് അവേ, ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എന്താണ്, അവർക്ക് ദേഷ്യം വന്നു. ഇനി എന്തെഴുതാം? മൈ ഫ്രണ്ട്സ് ബിക്കെയിം സാഡ് വെൻ ഐ റെഫ്യൂസ്ഡ് ടു ഗോ വിത്ത് ദം. എൻ്റെ ഫ്രണ്ട്സിന് എന്താണ് സാഡായി, സങ്കടം വന്നു. എന്തിന്? ഞാൻ അവരുടെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് എങ്ങനെ എഴുതാം? അവർ ടീച്ചേഴ്സ് വർ വെരി ഹാപ്പി വെൻ വി വൺ ദ മാച്ച്. എന്താണ്, ഞങ്ങൾ ആ മാച്ച് വിജയിച്ചപ്പോൾ എന്താ, ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒത്തിരി ഹാപ്പിയായി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. വിസിറ്റ് www.youtube.com and watch seven Suzuki speech delivered in the UN Earth Summit at Rio de Janeiro. എന്താണ്, റിയോ ഡി ജനീറോയിലെ UN Earth സമ്മിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഉച്ചകോടിയിൽ ഒരു സ്പീച്ച്. അതെന്താണ്, യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു സ്പീച്ചാണ് അല്ലേ. Seven-Girlie Suzuki was a 12 years old girl who spoke the UN Earth Summit at Rio de Janeiro in 1992. Her speech is touching and encouraging. 12 വയസ്സുള്ള ആ പെൺകുട്ടി 1992 ആ ഉച്ചകോടിയിൽ സംസാരിച്ചിട്ടുള്ള ആ സ്പീച്ചാണ്. അതെന്താണ്, ഒത്തിരി ടച്ചിങ്ങും അതുപോലെ എൻകറേജിങ്ങും ആണെന്ന് പറയുന്നുണ്ട്. Listen to her speech and find out what makes her speech inspiring. You may also visit www.ted.org for watching more inspiring speeches. Let the learners list down the features of a speech. എന്താണ് ആ സ്പീച്ച്, അതുപോലെ വേറൊരു സ്പീച്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. അവയെല്ലാം കണ്ടിട്ട് എന്താണ്, ഒരു സ്പീച്ചിന് വേണ്ട പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. Okay, conduct a discussion based on the features of a speech. Which of the following do you think are the features of a good speech? Okay, എന്താണ് ഒരു ഗുഡ് സ്പീച്ചിന് വേണ്ട ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനാണ്. താഴെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബിഗിൻസ് വിത്ത് എ സാലുട്ടേഷൻ അഡ്രസ്സിങ് ദ ഓഡിയൻസ്. എന്താണ്, ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനൊക്കെ അഭിസംബോധന ചെയ്യണം അല്ലേ. നെക്സ്റ്റ് ഇൻക്ലൂഡ്സ് കൊട്ടേഷൻസ് ആഡ് ചെയ്യാൻ. മുഖ്യം എന്താണ്, ആരെങ്കിലും പറഞ്ഞിട്ടുള്ള മഹത് വചനങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇൻക്ലൂഡ് സ്റ്റോറീസ്, അനക്ഡോട്ട്സ്, സ്റ്റോറീസ് അതുപോലെ അനുഭവങ്ങളൊക്കെ എന്താണ് സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് യൂസസ് ഹ്യൂമർ ആഡ് ചെയ്യാം. നെക്സ്റ്റ് വിൽ ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് ആൻ എൻഡ്. എന്താണ്, ഒരു ബിഗിനിങ് വേണം, തുടക്കം വേണം, ഒരു മിഡിൽ വേണം, അതുപോലെ ഒരു അവസാനം വേണം. അതെന്താണ്, അത് അത്യാവശ്യമാണ് അല്ലേ. നെക്സ്റ്റ് വിൽ ഹാവ് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ഐഡിയാസ്. എന്താണ്, കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത ഐഡിയാസ് വേണം. എന്തിനെക്കുറിച്ചാണ് പറയുന്നുള്ള ഒരു ഐഡിയ വേണമല്ലോ അല്ലേ. നെക്സ്റ്റ് വിൽ ഹാവ് ഐഡിയാസ് സപ്പോർട്ടഡ് വിത്ത് ഡീറ്റെയിൽസ് ആൻഡ് എക്സാമ്പിൾസ്. ആ ഐഡിയയെക്കുറിച്ച് എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഡീറ്റെയിൽസ്, എക്സാമ്പിൾസ് അവയെല്ലാം ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് വൺ ഇൻ വിച്ച് ദ സ്പീക്കർ യൂസസ് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട് ആൻഡ് വോയിസ് മോഡുലേഷൻ. എന്താണ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് വേണം,
ഐ കോണ്ടാക്റ്റ് വേണം, വോയിസിൻ്റെ മോഡുലേഷൻ വേണം. അതല്ലേ സ്പീച്ച് പറയുമ്പോൾ അതൊക്കെ അത്യാവശ്യമാണ് അല്ലേ. നെക്സ്റ്റ്, പ്രിപ്പയർ എ സ്പീച്ച് ടു ബി പ്രസൻറ്റഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്. യു ആർ ഫ്രീ ടു ഇൻക്ലൂഡ് എക്സാമ്പിൾസ് ഫ്രം ദി ലൈഫ് ഓഫ് ദി ബോയ് depicted in the story The Light on the Hills. എന്താണ്, ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് സ്കൂൾ അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പീച്ച്. എന്താണ് വിഷയം? എന്താ? ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് മോട്ടിവേഷൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും പ്രാധാന്യം എന്താണെന്നാണ്. അതുപോലെ തന്നെ സ്പീച്ചിൽ നമുക്ക് എന്താണ് ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന സ്റ്റോറിയിൽ വരുന്ന എക്സാമ്പിൾസും കൂടി ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, എങ്ങനെ എഴുതാം? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു ഷെയർ മൈ തോട്ട്സ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്. Students, we need motivation and we have to hard work to attain success in our life. My parents are the inspiration and they are the motivators in my life. എന്താണ്? അതെ, നമ്മൾ മോട്ടിവേഷൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന വിഷയത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്താണ്, നമുക്ക് മോട്ടിവേഷനും ഹാർഡ് വർക്കും അത്യാവശ്യമാണ് അല്ലേ. ജീവിതത്തിൽ ഒരു സക്സസ് നേടണമെങ്കിൽ ഇത് രണ്ടും അത്യാവശ്യമാണ്. പിന്നെ എന്താ പറയുന്നത്? അതെ, എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് എൻ്റെ പേരൻസ് ആണെന്ന് പറയാണ്. നിങ്ങൾക്ക് ആരാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാം. വി ആർ ലക്കി ടു ഹാവ് ഗുഡ് ടീച്ചേഴ്സ് ഫോർ അസ്. അതുപോലെ തന്നെ നമ്മളെന്താ നല്ല ടീച്ചേഴ്സ്, അതും നമുക്ക് കിട്ടുന്ന ഒരു ലക്കാണ് അല്ലേ. ഇഫ് വി ആർ റെഡി ടു വർക്ക് ഹാർഡ് വി ക്യാൻ അച്ചീവ് സക്സസ് ഇൻ അവർ ലൈഫ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സക്സസ്, വിജയം നേടിയെടുക്കാൻ കഴിയും. ബിക്കോസ് വി ആർ വെരി ബ്ലെസ്ഡ് വിത്ത് സച്ച് മോട്ടിവേറ്റേഴ്സ്. We can clearly see the importance of hard work in the story The Light on the Hills. The motivation of a little girl played the role to create his brother an artist. The Light on the Hills എന്ന സ്റ്റോറിയിലൂടെ നമുക്ക് മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ സ്റ്റോറിയിൽ എന്താണ്, ഒരു ലിറ്റിൽ ഗേള്, അവളുടെ മോട്ടിവേഷൻ കാരണമാണ് അവളുടെ ബ്രദർ ഒരു വലിയ ആർട്ടിസ്റ്റ് ആവാൻ സാധിച്ചത്. She told her brother that the best performance can be done only with hard work and dedication. She was the real inspiration for him even after her death. എന്താണ്, അവളുടെ മരണശേഷവും അവൻക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം തന്നെ ആയിരുന്നു അല്ലേ. That story reminds us the importance of motivation and hard work. ആ സ്റ്റോറി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, ഹാർഡ് വർക്കിൻ്റെയും മോട്ടിവേഷൻ്റെയും ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. ഐ കൺക്ലൂഡ് ബൈ റിമെമ്പറിങ് ദ വേർഡ്സ് ഓഫ് അവർ ഗ്രേറ്റ് അബ്ദുൽ കലാം സാർ. അതുപോലെ എന്താണ്, അബ്ദുൽ കലാം സാറിൻ്റെ ഒരു കോട്ട്സ്, ഒരു വചനം കൂടി ഇതിലൂടെ ഉൾപ്പെടുത്താണ് അല്ലേ. എന്താണ്, കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദ ഡിസീസ് കോൾഡ് ഫെയിലർ. ഇറ്റ് വിൽ മേക്ക് യു എ സക്സസ്ഫുൾ പേഴ്സൺ. അതെ, അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതുപോലെ ഹാർഡ് വർക്ക്, അത് രണ്ടും എന്താണ്, ഫെയിലർ, പരാജയത്തിനുള്ള ഏറ്റവും വലിയ മരുന്നാണെന്ന് പറയാണ്. ഇറ്റ് വിൽ മേക്ക് യു എ സക്സസ്ഫുൾ പേഴ്സൺ. അത് നിങ്ങളെ എന്താണ്, ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാണ്. ലാസ്റ്റ് എന്താണ്, താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സ്പീച്ച്. നെക്സ്റ്റ്, ലെറ്റ്സ് ഡിസ്കവർ ഹൗ ഗ്രാമർ വർക്ക്സ്. ഇനി ഗ്രാമർ പാർട്ടാണ് വരുന്നത് അല്ലേ. ആക്ടിവിറ്റി 1 എന്താണ്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ വന്നിട്ടുള്ള 2 സെൻറ്റൻസസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. നെക്സ്റ്റ്, ഇഫ് ഐ വാണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ് ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? അതെ, നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് ഡെഡിക്കേഷനോടെ ഹോണസ്റ്റി ആയിട്ട് സത്യസന്ധമായിട്ട് അതുപോലെ വേറുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര ഹാർഡായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സെൻറ്റൻസിന് മീനിങ് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വെരി വെരി ബെസ്റ്റായിട്ട് കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആർക്ക് വേണ്ടി ചെയ്യണമെന്നാണ്? നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പറയുന്നത്. 2 സെൻറ്റൻസിനെ
പ്രത്യേകത എന്താണ്? ഈഫാണ്. ഈഫ് യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് സെൻറ്റൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ദി സെൻറ്റൻസസ് ഡീൽ വിത്ത് എ ലൈക്ലി സിറ്റുവേഷൻ ഇൻ ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഈ സെൻറ്റൻസ് എന്താണ്? പ്രസൻറ്റും അതുപോലെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യവും എന്ന് വെച്ചാൽ ഇങ്ങനെയാണെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ സെൻറ്റൻസ് വരുന്നതിൽ. ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ വരുന്ന സെൻറ്റൻസുകളാണ് അല്ലേ ഇത്. The situation we describe may not have happened yet, but they are likely to happen because we can easily imagine them happening. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഈ സിറ്റുവേഷൻസ് അതെന്താണ്? ഒരിക്കലും കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമല്ല, വേണമെങ്കിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അല്ലേ. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ഫസ്റ്റ് കണ്ടീഷണൽ. ഇതെന്താണ്? കണ്ടീഷണൽ ക്ലോസിന് എക്സാമ്പിളാണ് അല്ലേ. Now identify the features of the conditional clauses. ഇനി നമുക്ക് കണ്ടീഷണൽ ക്ലോസസിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഹൗ ഡു ദ സെൻറ്റൻസസ് ബിഗിൻ. ഈ സെൻറ്റൻസുകൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ദ സെൻറ്റൻസസ് ബിഗിൻ വിത്ത് ഈഫ് എ കണ്ടീഷണൽ ക്ലോസ്. എന്താണ്? ഈഫ് വെച്ചിട്ടാണ് ഈ സെൻറ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് എന്താണ്? ക്യാൻ യു മൂവ് ദ ക്ലോസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസസ് ടു ദ എൻഡ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ മീനിങ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇഫ് ക്ലോസ് ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിനെ ഇതിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവന്നാൽ ഇതിൻ്റെ മീനിങ്ങിൽ മാറ്റം വരുമെന്നാണ്. എന്താണ് അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും എങ്ങനെ വരുന്നതെന്ന് നോക്കാം. പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ് ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി. ആളുകൾക്ക് മനസ്സിലാവും നീ എത്ര ഹാർഡായിട്ടാണ് ചെയ്തതെന്ന്. നീ ചെയ്യുന്ന കാര്യം നീ ഡെഡിക്കേഷനോടുകൂടിയും ഹോണസ്റ്റിയോടെയും ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ് അല്ലേ വരുന്നത്. ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ് ഇഫ് വാണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ്. ഇതും അത് തന്നെയാണ് അല്ലേ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യണമെന്ന്. ഇതിലൊന്നും മീനിങ്ങിന് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി വേർബ് ഫ്രേസസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് ഓഫ് ദ സെൻറ്റൻസസ്. ഈ രണ്ട് സെൻറ്റൻസിലും നിങ്ങൾ എത്ര വേർബ് ഫ്രേസസ് കണ്ടിട്ടുണ്ടെന്ന്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സെൻറ്റൻസിൽ വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി, സെക്കൻഡിൽ ഫോർ ദ പീപ്പിൾ. ഓക്കെ, വേർബ് ഫ്രേസ് എന്താണെന്നൊന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. നെക്സ്റ്റ്, ഡു ദേ ഫോളോ എ ഫിക്സ്ഡ് പാറ്റേൺ. ഇത് എന്താണ്? ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഉണ്ട് അല്ലേ, രണ്ട് സെൻറ്റൻസും അങ്ങനെയാണ്. അപ്പോൾ യെസ്, ദേ ഫോളോ എ ഫിക്സ്ഡ് പാറ്റേൺ. നെക്സ്റ്റ്, ക്യാൻ യു യൂസ് എനി അതർ മോഡൽ വേർബ് ഇൻസ്റ്റെഡ് ഓഫ് വിൽ ഇൻ ദ മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിൽ വന്നിട്ടുള്ള വിൽ എന്ന വേർബിന് പകരം വേറെ ഏതെങ്കിലും വേർബ്സ് യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതേ കഴിയൂലേ. വില്ലിന് പകരം നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വുഡ് നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. നെക്സ്റ്റ്, ഇഫ് ഐ വാണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ് ഐ വുഡ് ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. Next, what changes occur in the meaning and form if you change the verb in the if clause to past and past perfect tense. എന്താണ് ഇതിൽ ഈ വേർബ്സ് നമ്മൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് യൂസ് ചെയ്താൽ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നാണ്. ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഇഫ് യു ഡിഡ് യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വുഡ് നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. Next, if you had done your work with dedication and honesty, people would have known how hard you have tried. Next sentence, if I wanted to do my very very best, I would do it for the people I love. If I had wanted to do my very very best, I would have done it for the people I love. Okay. Next, activity 2 ആണ്. In the first 2 units, you have learned about noun phrases. Noun phrases usually appear right at the beginning of the sentences. They can also come towards the end of the sentences. നിങ്ങൾ മുന്നേയുള്ള രണ്ട് പാഠത്തിലും എന്താണ് നോൺ ഫ്രേസസെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. നോൺ ഫ്രേസസ് എന്താണ്? സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ മാത്രമല്ല അതിൻ്റെ എൻഡിങ്ങിലും വരുന്നുണ്ട് അല്ലേ. Underline the noun phrases in the subject position in the following sentences. You may also identify the head nouns in each. ഈ താഴെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അതിലുള്ള നോൺ ഫ്രേസസ് അതുപോലെ ഹെഡ് നൗൺസ് ഇവയെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. വിച്ച് ക്ലാസ് ഓഫ് വേർഡ്സ് ആർ ആഡഡ് ബിഫോർ ദ ഹെഡ് നൗൺ. ഹെഡ് നൗണിന് മുന്നേ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള വേർഡ്സിനും എന്താണ് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ആർ ദ വേർഡ്സ് ആഡഡ് ആഫ്റ്റർ ദ ഹെഡ് നൗൺ. ഹെഡ് നൗണിന് ശേഷം ആഡ് ചെയ്യുന്ന വേർഡ്സോ.
ഓക്കെ, താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ക്ലാസ്സസ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ആഡഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഹെഡ് നൗൺസ് ഇൻ ദ നൗൺ ഫ്രേസസ്. റൈറ്റ് യുവർ ഒബ്സർവേഷൻസ്. താഴെ എന്താണ് ഹെഡ് നൗണിന് മുന്നേ ചേർക്കുന്നതും ബിഫോർ ആയിട്ട് ആഡ് ചെയ്യുന്നതും അതുപോലെ ആഫ്റ്റർ ആയിട്ട് ആഡ് ചെയ്യുന്നതും എല്ലാം കണ്ടുപിടിച്ച് താഴെ എഴുതാനുണ്ട് അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ദി ലിറ്റിൽ ബോയ് ഇൻ ദ സ്റ്റോറി സപ്പോർട്ട്സ് ഹിം. അതിൽ വരുന്ന നൗൺ ഫ്രേസ് എന്താണ്? ഡിറ്റർമിനർ ദേ ആണ്, അഡ്ജക്റ്റീവ് ലിറ്റിലാണ്, ഹെഡ് നൗൺ വരുന്നത് ഗേൾ ആണ്, പിന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇൻ ദ സ്റ്റോറി ആണ്, വെർബ് ഫ്രേസ് സപ്പോർട്ട്സ് ഹിം ആണ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ഹെർ ബ്രദർ ഹൂ ബിക്കേം എ പെയിൻറ്റർ ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം ഹെർ. ഇതിൽ വരുന്ന ഹെഡ് നൗണ് ഹെർ ബ്രദർ ആണ്, റിലേറ്റീവ് ക്ലോസ് വരുന്നത് ഹൂ ബിക്കേം എ പെയിൻറ്റർ ആണ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഫ്രം ഹെർ ആണ്, വെർബ് ഫ്രേസ് ഗോട്ട് ഇൻസ്പിറേഷൻ ആണ്. നെക്സ്റ്റ് സെൻറ്റൻസ് ദ ഗേൾ അഡ്വൈസഡ് ഹെർ ബ്രദർ ടു പെയിൻറ്റ് പിക്ചേഴ്സ്. ഇതിൽ വരുന്ന ഹെഡ് നൗണ് ദേ ആണ്, റിലേറ്റീവ് ക്ലോസ് ഗേൾ ആണ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് വരുന്നത് ടു പെയിൻറ്റ് പിക്ചേഴ്സ്, വെർബ് ഫ്രേസ് വരുന്നത് അഡ്വൈസ്ഡ് ഹെർ ബ്രദർ. നെക്സ്റ്റ് സെൻറ്റൻസ് ദ ഹിൽസ് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ അപ്പിയർഡ് മിസ്റ്ററി. ഇതിൽ ഡിറ്റർമിനർ വരുന്നത് ദേ ആണ്, ഹെഡ് നൗൺ ഹിൽസ്, റിലേറ്റീവ് ക്ലോസ് വരുന്നത് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ, പ്രിപ്പോസിഷണൽ ഫ്രേസ് വരുന്നത് മിസ്റ്ററി, വെർബ് ഫ്രേസ് വരുന്നത് അപ്പിയർഡ്. നെക്സ്റ്റ് ദി ബോയ് ബിക്കേം എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഇൻ ദ എൻഡ്. ഇതിൽ ഡിറ്റർമിനർ വരുന്നത് ദേ ആണ്, ഹെഡ് നൗൺ വരുന്നത് ബോയ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് വരുന്നത് ഇൻ ദ എൻഡ്, വെർബ് ഫ്രേസ് വരുന്നത് ബിക്കേം എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ ഫോളോയിങ് സൈൻ ബോർഡ്സ്, സർക്കിൾ ദ ഹെഡ് നൗൺ ഇൻ ദ നൗൺ ഫ്രേസസ് യൂസ്ഡ് ഇൻ ദ സൈൻ ബോർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ ഒത്തിരി സൈൻ ബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിലെല്ലാം വരുന്ന ഹെഡ് നൗണ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് താഴെ എഴുതാൻ. ഓക്കെ, ഫസ്റ്റ് സൈൻ ബോർഡ് എന്താണ്? ബേബി ഓൺ ബോർഡ് എന്ന്. അതിൽ വരുന്നത് ഹെഡ് നൗൺ വരുന്നത് ബേബിയാണ് അല്ലേ. അത് ബേബിയെ കുറിച്ച് പറയുന്നതാണ്, അതുകൊണ്ട് അതിൽ ഹെഡ് നൗൺ വരുന്നത് ബേബിയാണ്. നെക്സ്റ്റ് എൻഡ് ഓഫ് റോഡ് എന്നാണ്, അപ്പോൾ റോഡിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്, അപ്പോൾ ഹെഡ് നൗൺ വരുന്നത് റോഡാണ്. നെക്സ്റ്റ് കോഷൻ നേരോ ബ്രിഡ്ജ് എ ഹെഡ്, ബ്രിഡ്ജിനെ കുറിച്ചാണ് അതിൽ പറയുന്നത് അല്ലേ, അപ്പോൾ ഹെഡ് നൗൺ വരുന്നത് ബ്രിഡ്ജ്. നെക്സ്റ്റ് സെയിൽ സമ്മർ ക്ലോത്ത്സ് അപ് ടു 50% ഓഫ്, അതിൽ ക്ലോത്ത്സിനെ കുറിച്ചാണ് അല്ലേ, അപ്പോൾ ഹെഡ് നൗൺ വരുന്നത് ക്ലോത്ത്സ്. നെക്സ്റ്റ് വേ ടു 2 വീലർ പാർക്കിംഗ്, അതെന്താ 2 വീലറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ് നൗണ് 2 വീലർ. നെക്സ്റ്റ് ലെറ്റസ് എഡിറ്റ്. റീഡ് ദ ഫോളോയിങ് പാസേജ്, ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, ദേ ആർ അണ്ടർലൈൻഡ്, എഡിറ്റ് ദ എറേഴ്സ്. എന്താണ്, താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഒത്തിരി എറേഴ്സ് ഉണ്ട്, എറേഴ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ എഡിറ്റ് ചെയ്ത് റീറൈറ്റ് ചെയ്യാനാണ്. എന്താണ് ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതെല്ലാം വേർബ്സ് ആണ് അല്ലേ, അതിൻ്റെ കറക്റ്റ് ഫോമിൽ എഴുതാനാണ്. എ പെറ്റ് ഡോഗ് സ്വാം 3 rivers, വാക്ക്ഡ് 30 kilometers ആൻഡ് ദെൻ കീപ്പ് ഉള്ളിടത്ത് കെപ്റ്റ് ആണ് വരുന്നത്. കെപ്റ്റ് എ വീക്സ് വിജിൽ ഔട്ട്സൈഡ് എ ജയിൽ വേർ ഹിസ് മാസ്റ്റർ വാസ് ഇംപ്രിസൺ ആണ് കൊടുത്തിട്ടുള്ളത്, അവിടെ ഇംപ്രിസൺഡ് ആണ് വരുന്നത്. വെൻ സോറബ് വാസ് അറസ്റ്റഡ് ഹിസ് ഡോഗ് സ്വാം ബിഹൈൻഡ് ദ ബോട്ട് ദാറ്റ് ഫെറിഡ് him across the first river to prison. The boatman trying to drive away hit him on the head with an oar, but he kept on swim അല്ല അവിടെ വരുന്നത്, സ്വിമ്മിങ് ആണ് വരുന്നത്. At the prison the dog waited until his owner was released എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് released എന്നാണ് വരുന്നത്. From a 1 week sentences. The dog often used to cry outside the gate, but it would wag its tail in joy when his master would send it half his prison food. He was jailed എന്നല്ല jailed for critically wounding a neighbor in his remote village. The neighbor is still suffer എന്നല്ല suffering ആണ് അവിടെ വരുന്നത്, suffering from injuries in the district hospital. ഇതിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന് പകരം കറക്റ്റായിട്ടുള്ള വേർഡ്സ് ആക്കിയിട്ട് നമ്മൾ ഈ സെൻറ്റൻസ് എടുത്തെഴുതണം താഴേക്ക്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റസ് പ്ലേ വിത്ത് ലാംഗ്വേജ്. ഇപ്പം നമ്മൾ ഒരു ഗെയിമാണ് തന്നിട്ടുള്ളത് അല്ലേ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി. ഇറ്റ് ഈസ് ഷ്യൂർലി ബ്യൂട്ടിഫുൾ ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്.
ഓക്കെ, ദി അണ്ടർലൈൻ വേർഡ് എക്സ്പ്രസ് ആൻ ഇമോഷൻ. ഓക്കെ, ഇതിൽ ഹാപ്പി എന്ന വേർഡ് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഇമോഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷം. ഓക്കെ, വേർഡ്സ് ലൈക്ക് ഹാപ്പി, സാഡ്, ആംഗ്രി, എക്സൈറ്റഡ്, പ്രൈഡ്, എൻവി, ലോൺലി, ഷെയിം, സർപ്രൈസ്ഡ്, എക്സെട്ര. ഇതൊക്കെ ഈ തന്ന വേർഡ്സൊക്കെ എന്താണ്? ഇമോഷൻസിനെ കാണിക്കുന്നതാണ് അല്ലേ? സങ്കടം, ദേഷ്യം, എക്സൈറ്റഡ്, അങ്ങനെ എല്ലാ വേർഡ്സും ആർ വേർഡ്സ് റിലേറ്റഡ് ടു ഇമോഷൻസ്. ഇവയൊക്കെ ഇമോഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വേർഡ്സ് ആണ്. എ ഫ്യൂ ഇമോഷൻസ് ആർ ഹിഡൻ ഇൻ ദ വേർഡ് പസിൽ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന വേർഡ് പസിലിൽ ഒത്തിരി ഇമോഷൻസ്, ഇതുപോലെ വരുന്ന ഇമോഷൻ വേർഡ്സ് എന്താണ്? അതിൽ ഹിഡൻ ആയി കിടക്കുന്നുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഫൈൻഡ് ദം ഔട്ട് ആൻഡ് സർക്കിൾ ദം. വൺ ഈസ് ഡൺ ഫോർ യു. അത് കണ്ടുപിടിച്ചിട്ട് സർക്കിൾ ചെയ്യാനാണ്. ഓക്കെ, താഴെ ഒന്ന് ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഏതാണ് ഇതിൽ തന്നിട്ടുള്ളത്? കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കാം? ഹാപ്പി, ആംഗ്രി, പ്രൈഡ്, എക്സൈറ്റഡ്, ലോൺലി, സർപ്രൈസ്ഡ്, എൻവി, സാഡ്, ഷെയിം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി. ഹിയർ ഈസ് അനദർ ഗെയിം ദാറ്റ് യു ക്യാൻ അറ്റംപ്റ്റ്. അതുപോലെ വേറൊരു ഗെയിമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സം വേർഡ്സ് ആർ ഗിവ് ഇൻ എ ജംബിൾഡ് ഓർഡർ. ദേ ആർ വേർഡ്സ് ഫങ്ഷനിങ് ആസ് വേർബ്സ്. ഐഡൻറ്റിഫൈ ദ വേർഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ ഒത്തിരി വേർഡ്സ് എന്താണ്? ജംബിൾഡ് ഓർഡറാക്കി കൊടുത്തിട്ടുണ്ട്. അവ എന്താണ്? വേർബ്സ് ആണ് അല്ലേ? അവയെല്ലാം വേർബ്സ് ആണ്. നമ്മളെന്താ ആ വേർഡ്സ് എല്ലാം കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് ആ ബോക്സിൽ എഴുതാനാണോ? ഏതാണ് ഫസ്റ്റ് വരുന്നത്? റെസ്റ്റ്, തിങ്ക്, ഫീൽ, സ്ലീപ്പ്, പെയിൻറ്റ്, ലോഫ്, എക്കോ, ത്രോ, നോ, വണ്ടർ. സ്റ്റീൽ, ഹിയർ, സ്പീക്ക്, ഗ്യാദർ, പ്രോമിസ്, ലിസൺ, ലുക്ക്, ആൻസർ. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാ വേർഡ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ കോളത്തിലാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്. നൗ റൈറ്റ് ദ എൻസർക്കിൾഡ് ലെറ്റേഴ്സ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. ഇഫ് യു ഗെറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി യു വിൻ. എന്താണ്? ഇപ്പം നമ്മൾ വേർഡ്സ് എല്ലാം കണ്ടുപിടിച്ച് ആ കോളത്തിൽ കറക്റ്റ് എഴുതിയല്ലേ? ആ കോളത്തിലെല്ലാം ഒരു റൗണ്ട് വരുന്ന ഒരു സർക്കിൾ കൊടുത്തിട്ടുള്ള കോളംസ് ഉണ്ടല്ലോ അല്ലേ? ആ കോളത്തിൽ വരുന്ന വേർഡ്സ് ഫസ്റ്റ് മുതൽ നമ്മൾ ഓർഡർ ആക്കിയിട്ട് എഴുതി നോക്കുക. എല്ലാ കോളത്തിലും വരുന്ന വേർഡ്സ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സ്റ്റോറിയുടെ നെയിം ആണെങ്കിൽ നിങ്ങൾ ഈ ഗെയിമിൽ വിജയിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് കിട്ടുന്നത്? ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.